ലോക്സഭാ തെരഞ്ഞെടുപ്പുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് കോൺഗ്രസ് കടക്കുകയാണ്. ആലപ്പുഴ, കണ്ണൂർ, വയനാട് സീറ്റുകളിലെ സ്ഥാനാർത്ഥി നിർണ്ണയമാണ് ഇപ്പോൾ വൈകുന്നത്. ഇന്നലെ രാത്രി വൈകിയും സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട നേതാക്കൾ തമ്മിൽ കൂടിയാലോചനകൾ ഉണ്ടായിരുന്നു. സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകുന്നത് ആദ്യഘട്ട പ്രചാരണത്തെ ബാധിക്കുമെന്നാണ് കോൺഗ്രസ് ക്യാമ്പുകളിലെ ആശങ്ക. സലീം മാലിക് പറയും അപ്ഡേറ്റ്സ്. ഗുഡ് മോർണിംഗ് സലീം മാലിക്, പറയൂ. ഗുഡ് മോർണിംഗ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സമരാഗ്നി ജാഥ സമാപിച്ചതിന് പിന്നാലെ പൂർണ്ണസമയ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അതിന്റെ ഈ സമരാഗ്നി ജാഥ ഇന്നലെ അതിന്റെ ഔദ്യോഗിക സമാപന സമ്മേളനം കഴിഞ്ഞ് തൊട്ടു പിന്നാലെ തന്നെ ഡൽഹിയിൽ നിന്ന് KC വേണുഗോപാൽ നേരിട്ടെത്തി. രാത്രി വൈകിയും നേതാക്കൾ തമ്മിൽ കൂടിയാലോചനകൾ നടന്നിരുന്നു. പ്രധാനമായും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നിലവിൽ നേരിടുന്ന പ്രശ്നം 3 സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെ അത് അന്തിമമാക്കുക എന്നുള്ളതാണ്. ആകെ 16 സീറ്റിലാണ് കോൺഗ്രസ് മത്സരിക്കുന്നത്. ഇന്നലെ ചേർന്ന സംസ്ഥാന സ്ക്രീനിംഗ് കമ്മിറ്റി അതിൽ 15 സിറ്റിംഗ് എംപിമാർ തന്നെ മത്സരിക്കട്ടെ എന്ന നിലയിൽ ഒറ്റപ്പേര് മാത്രമാണ് നൽകിയത്. അതേസമയം ആലപ്പുഴയിൽ മാത്രമാണ് പേരൊഴിച്ചിട്ടും നൽകിയത്. പക്ഷേ നിലവിൽ ഈ ഒറ്റപ്പേര് നൽകി, അതായത് രാഹുൽ ഗാന്ധി വയനാട്ടിൽ, അതുപോലെ തന്നെ K സുധാകരൻ കണ്ണൂരിൽ എന്നീ ഇങ്ങനെ 2 സ്ഥലങ്ങളിൽ ഒറ്റപ്പേര് നൽകിയെങ്കിലും അവിടേക്കൊരു മാറ്റത്തിനുള്ള ആലോചനയും നിലവിൽ നേതൃത്വത്തിനുണ്ട്. അത് സംസ്ഥാന നേതൃത്വം രാഹുൽ ഗാന്ധി വയനാട്ടിൽ തന്നെ മത്സരിക്കണമെന്ന് അമിതമായ ആഗ്രഹം പ്രകടിപ്പിക്കുന്നു. അതിന്റെ പശ്ചാത്തലത്തിൽ ഒറ്റപ്പേര് മാത്രം നൽകിയെങ്കിലും രാഹുൽ ഗാന്ധി തന്നെയാണ് അതിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് എന്നുള്ളതാണ് ഹൈക്കമാൻഡ് അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് രാഹുൽ ഗാന്ധി ഒരുപക്ഷെ വയനാട്ടിലേക്ക് മത്സരിക്കുന്നില്ലെങ്കിൽ അവിടെ ആരെ മത്സരിപ്പിക്കാൻ കഴിയും എന്നുള്ളതാണ് പ്രധാനമായും കോൺഗ്രസ് ഇപ്പോൾ നേരിടുന്ന ആശങ്ക. രണ്ടാമത്തെ കാര്യം, കണ്ണൂരിൽ മത്സരിക്കാനില്ല എന്നൊരു നിലപാടാണ് KPCC അധ്യക്ഷൻ K സുധാകരൻ ഇപ്പോഴും സ്വീകരിക്കുന്നത്. അത് വലിയ ബുദ്ധിമുട്ട് പാർട്ടി നേതൃത്വത്തിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടുണ്ട്. നേതൃത്വം പറഞ്ഞത് ശക്തനായ സ്ഥാനാർത്ഥി തന്നെ വേണം, വിജയസാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് K സുധാകരൻ തന്നെ മത്സരിക്കണം എന്ന ആവശ്യത്തിന് ഇന്നലെ നടന്ന സ്ക്രീനിംഗ് കമ്മിറ്റിയിൽ തലയാട്ടി സമ്മതിച്ചെങ്കിലും പൂർണ്ണ അർത്ഥത്തിൽ അത് K സുധാകരൻ സമ്മതിച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. K ജയന്തിന്റെ പേരാണ് അദ്ദേഹം പിൻഗാമിയായി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതേസമയം മറ്റ് സംസ്ഥാനത്തെ നേതാക്കൾ ആരും ഈ നിർദ്ദേശത്തോട് അനുകൂലമായി പ്രതികരിച്ചിട്ടുമില്ല. അതുകൊണ്ട് കണ്ണൂരിലെ കാര്യങ്ങൾ ഉൾപ്പെടെ ഇന്നലെ KC വേണുഗോപാലും K സുധാകരനും തമ്മിൽ കൂടിയാലോചന നടത്തി. K സുധാകരൻ തന്നെ മത്സരിക്കണമെന്നൊരു നിർദ്ദേശം ഹൈക്കമാൻഡ് മുന്നോട്ട് വയ്ക്കും. അതോടുകൂടി അവിടേക്ക് K സുധാകരൻ തന്നെ വരുന്നൊരു സാഹചര്യം ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. പിന്നീട് കോൺഗ്രസ് നേരിടുന്ന മറ്റൊരു പ്രതിസന്ധി ആലപ്പുഴയിലെ സ്ഥാനാർത്ഥി ആര് എന്നുള്ളതാണ്. ആലപ്പുഴയിൽ KC വേണുഗോപാലിനെ സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കണമെന്നുള്ളതാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ ആഗ്രഹം. അത് KC വേണുഗോപാലുമായി സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ സംഘടനാ ചുമതല ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ ഹൈക്കമാൻഡിന്റെ അനുവാദം കൂടി വേണ്ടി വന്നാലേ KC വേണുഗോപാലിന് മത്സരിക്കാൻ പറ്റൂ. അതുകൊണ്ട് തന്നെ ആ സ്ഥലത്ത് KC വേണുഗോപാൽ അല്ലെങ്കിൽ ആര് എന്നുള്ള ചോദ്യം കൂടി നിൽക്കുന്നുണ്ട്. അത് വയനാട്ടിൽ നിലവിൽ രാഹുൽ ഗാന്ധി വരികയാണെങ്കിൽ ആലപ്പുഴയിൽ സാമുദായിക സമവാക്യങ്ങൾ ഉറപ്പാക്കാനായി ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ നിർത്തണമെന്നൊരു ആവശ്യവും പരിഗണിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായി AA ഷുക്കൂർ, MM ഹസൻ എന്നിവരുടെ പേരുകളും ആലപ്പുഴയിലേക്ക് പരിഗണിക്കുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന എല്ലാ ചർച്ചകളും ക്രോഡീകരിച്ച ശേഷം K സുധാകരനും VD സതീശനും ഡൽഹിയിലേക്ക് പോകും. അവിടെ നിന്ന് KC വേണുഗോപാലിന്റെ കൂടി സാന്നിധ്യത്തിൽ രാഹുൽ ഗാന്ധി ഉൾപ്പെടെ ഹൈക്കമാൻഡിന്റെ പ്രധാനപ്പെട്ട നേതാക്കളുമായി കൂടിയാലോചന നടത്തും. അതിനുശേഷം തിങ്കളാഴ്ച തന്നെ മാർച്ച് 4-ന് തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്താനുള്ള പരമാവധി ശ്രമത്തിലാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കളുള്ളത്. അതിനിടയിൽ LDF റോഡ് ഷോ ഉൾപ്പെടെ ആരംഭിച്ചത് അണികൾക്കിടയിൽ വലിയൊരു മുറുമുറുപ്പുണ്ടാക്കിയിട്ടുണ്ട്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകുന്നത്, പ്രത്യേകിച്ചും പല സ്ഥലങ്ങളിലും സിറ്റിംഗ് എംപിമാർ തന്നെ മത്സരിക്കണമെന്നൊരു നിലപാടുണ്ടെങ്കിലും ഔദ്യോഗികമായ സ്ഥാനാർത്ഥി പ്രഖ്യാപനമില്ലാത്തതിനാൽ ചുവരെഴുത്ത് പോലും നടത്താൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. അത് ആദ്യഘട്ട പ്രചരണ രംഗത്ത് തങ്ങളെ പിന്നിലാക്കുമോ എന്നൊരു ആശങ്ക കോൺഗ്രസിന്റെ അണികൾ പങ്കുവയ്ക്കുന്നുണ്ട്. എന്നാൽ അതിന്റെ ആ ആശങ്കയുടെ അടിസ്ഥാനമില്ല എന്നുള്ളതാണ് കോൺഗ്രസ് നേതാക്കൾ അണികൾക്ക് നൽകിയിരിക്കുന്ന ഉറപ്പ്. സലീം മാലിക്, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.